ശ്രീമതി ടി.എൻ. സീമ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സീമ ടീച്ചർ, ഒടുവിൽ ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു കേരള പോലീസ്. ഇനി കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മീൻ അമറുൾ എന്ന ആസാം സ്വദേശിയാണ് പ്രതിയെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയമായ തെളിവുകളെ സമഗ്രമായി ക്രോഡീകരിച്ചാണ് ഈ നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ജിഷയുടെ കൊലപാതകികളെ പിടിക്കാൻ കഴിയുന്നില്ല, പോലീസ് ഇരുട്ടി തൽക്കുന്നു, പോലീസ് നേരത്തെ പ്രതിയെന്ന് വിചാരിച്ചാൽ പ്രതിയല്ല, ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണ സംഘം വളരെ സമർത്ഥമായിട്ട് എല്ലാ ശാസ്ത്രീയ തെളിവുകളെയും അത് ശേഖരിക്കുക മാത്രമല്ല, അത് നന്നായി നല്ല രീതിയിൽ അതിലൊരു പരിശോധന നടത്തുകയും വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിനകത്ത് കേരള പോലീസിന് അവിടെ ആദ്യം അന്വേഷിച്ച സംഘത്തിന് സംഭവിച്ചിട്ടുള്ള പിഴവ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പിന്നീടൊരു റീപോസ്റ്റ്മോർട്ടത്തിന് ഇടയില്ലാത്ത രീതിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഹലോ, കേൾക്കുന്നുണ്ട് ടീച്ചർ? കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ വിശദവിവരങ്ങൾ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോലീസിന്റെ അനുവാദം ഇത് ദഹിപ്പിക്കാം, പ്രത്യേകിച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുന്ന ഒരാളുടെ ശവശരീരം ദഹിപ്പിക്കാം എന്ന് പോലീസ് അനുവാദം കൊടുത്താൽ മാത്രമേ അവിടെ നഗരസഭയുടെ ഒക്കെ ക്രിമറ്റോറിയത്തിൽ ദഹിപ്പിക്കുകയുള്ളൂ. പോലീസ് ഒരു മടിയും കൂടാതെ ഒരു സംശയവും കൂടാതെ അനുവാദം കൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് RDO വരുന്നില്ല. അതുപോലെ തന്നെ അവിടെ പിറ്റേ ദിവസം മുതൽ ആളുകൾ ഇറങ്ങി നടക്കുകയാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് അത് ബ്ലോക്ക് ചെയ്യുന്നത്? അതുവരെ ആളുകൾ കയറി ഇറങ്ങി നടന്ന് അവിടുത്തെ തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ തുറന്നിട്ട് കൊടുക്കാൻ കഴിയുന്നത്? അപ്പൊ പോലീസിന്റെ ഭാഗത്ത് അതിനുശേഷം വന്ന അന്വേഷണ സംഘത്തിന് ഇരുട്ട് തപ്പേണ്ടി വന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ വന്ന വലിയ വീഴ്ചകൾ തന്നെയാണ്. അതിനുശേഷം വരുന്ന പോലീസ് തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിച്ചു എന്ന നിലയിലേക്ക് പലരുടെയും നേരെ സംശയം വരുന്നു. പക്ഷെ പിന്നീട് അവരല്ല എന്ന് തെളിയുന്നു. അത്തരത്തിൽ തികഞ്ഞ ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ആദ്യം തന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രതിയെ കാണാൻ കഴിയുമെന്നുള്ള കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം ആശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അന്വേഷണ സംഘം നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ മറ്റു വിശദാംശങ്ങളെല്ലാം നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ശ്രീമതി ടി.എൻ. സീമ തുടരുക. ബിന്ദു കൃഷ്ണ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, ഈ ഒരു കാര്യം മുമ്പ് നമ്മുടെ സമൂഹം ഒന്നടങ്കം പങ്കുവച്ച ഇത്തരത്തിലുള്ള ചില ആശങ്കകളാണ് ആദ്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ താങ്കളിലേക്ക് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ ശ്രീമതി ടി.എൻ. സീമ അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇത് അന്ന് മാധ്യമങ്ങളും പൊതുസമൂഹം അടക്കവും പങ്കുവച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് ആരാണ് ഉത്തരവാദി എന്ന് പറയേണ്ടി വരില്ലേ ചിലർക്കെങ്കിലും? ബിന്ദു കൃഷ്ണ കേൾക്കാമോ താങ്കൾക്ക്? ബിന്ദു കൃഷ്ണയുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം തകരാറിലെത്തിയിരിക്കുന്നു. ശ്രീമതി ടി.എൻ. സീമ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുതിയ അന്വേഷണ സംഘം ഈ വഴിത്തിരിവിൽ ഈ പ്രതിയെ പിടിക്കുന്നതിലേക്ക് എത്തിയത് ശാസ്ത്രീയമായ തെളിവുകളെ അതിൻ്റെ സമഗ്രതയോടെ ക്രോഡീകരിച്ച് എത്തിയ ഒരു അവസരത്തിലാണ്. ഒരു പക്ഷേ നമ്മൾ പല കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ദൃക്സാക്ഷി മൊഴികളടക്കമുള്ളവ വളരെയധികം കുറവായിരുന്നു. അവിടെ കോടതിക്ക് മുന്നിൽ നിൽക്കേണ്ടുന്ന ശാസ്ത്രീയമായ തെളിവുകൾ തന്നെയായിരുന്നു വേണ്ടത്. അത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തുന്നു. അത് അവർക്ക് അതിൻ്റെ വിശദമായ രീതിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നയിടത്താണ് ഈ അന്വേഷണത്തിൻ്റെ വിജയം. തീർച്ചയായിട്ടും. കാരണം പല തെളിവുകളും വളരെ ക്രൂരമായ ഒരു കൊലപാതകം, അതിനകത്ത് പല രീതിയിലുള്ള മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ കിട്ടാവുന്ന വിരലടയാളം, മറ്റ് അടയാളങ്ങൾ, മറ്റ് തെളിവുകൾ, ഇതൊക്കെ പലതും നശിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ, ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ അതിനുള്ള കഴിവ്, ഈ കാര്യങ്ങൾ നേരത്തെ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ വന്നല്ലോ, വലിയ തർക്കങ്ങൾ വന്നല്ലോ. പോലീസ് സംഘത്തിന് വീഴ്ച വരുത്തി എന്നുള്ള നിലയിൽ തന്നെ വലിയ ചർച്ചകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നേരത്തെയുള്ള അന്വേഷണം ആ രീതിയിലേക്ക് പോയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്. വാസ്തവത്തിൽ ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം ജിഷയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ വലിയ ഭീതി
ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് ഇതിന്റെ പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിന്റെ പോലീസിന്റെ അനാസ്ഥ വന്നു എന്നുള്ളത് വലിയ ആശങ്ക ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിരുന്നു. അതെന്തായാലും ഈ സർക്കാരിനെയും അതുപോലെ ആഭ്യന്തര വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. കേരളത്തിലെ സ്ത്രീകൾക്കാണ് ആശ്വാസം, ഒരു വലിയ തരത്തിൽ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകിയിരിക്കുകയാണ്. ശരി, ടി എൻ സീമ, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ ഒരു അവസരത്തിൽ. ഒപ്പം തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നത്. പോലീസിന്റെ തൊപ്പിയിലെ പൊൻതൂവൽ കൂടിയാണിത്. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷക സംഘത്തിന് പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അദ്ദേഹത്തെ ആ പ്രതി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അധികം വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കാം. അത് തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിൻ്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചുവെന്ന ആരോപണത്തിന് മറുപടിയാണിതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അന്വേഷണം ചിലപ്പോൾ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകും, ചിലപ്പോൾ വൈകും. പക്ഷേ കേരള പോലീസിന് സാമർഥ്യത്തോടെ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ജിഷ കൊലപാതകം നടന്നപ്പോൾ തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. ജിഷ വധക്കേസിൽ DNA പരിശോധനാ ഫലം പുറത്തുവന്നു. DNA പ്രതി മിൻ അമറുളിൻ്റെതാണെന്ന വ്യക്തമായ വിവരങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, ഈ പ്രതിയുടേതാണ് DNA എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ശാസ്ത്രീയമായ തെളിവുകളുടെ സമഗ്രതയിൽ ഇനി കൂടുതൽ വ്യക്തത വരുത്താനായി എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് ചെയ്യാനുള്ളത്? മനു, ഇപ്പോൾ ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ്. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വിധേയമാക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രതിയുടെ ഫോട്ടോയുമായി ജിഷയുടെ അമ്മയെയും അതോടൊപ്പം തന്നെ ജിഷയുടെ സഹോദരിയെയും ഈ ഫോട്ടോ കാണിച്ച് കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായി അയച്ചിട്ടുണ്ട്. ഇവർ ഏതായാലും ആശുപത്രിയിലെത്തി ഇവരെ ഈ ഫോട്ടോ കാണിച്ച് ഈ മിൻ അമറുലിനെ പരിചയമുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, വീട്ടിൽ നേരത്തെ പലതവണ വന്നിട്ടുണ്ടോ, ഈ വ്യക്തിയാണോ തൊട്ടടുത്ത കെട്ടിട നിർമ്മാണത്തിന് വന്നത് എന്നുള്ളതടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അവർ ഏതായാലും അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ DGP ലോക്നാഥ് ബെഹ്റ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്താൻ തീരുമാനിച്ചു എന്നുള്ള ഒരു വാർത്തയും നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര മന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗത്തിൽ പ്രത്യേകിച്ച് തീരദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗമാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാതെ മടങ്ങുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് DGP തീരുമാനങ്ങൾ വൈകുന്നേരത്തോടുകൂടി എത്തുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് അന്തിമ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. DGPയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സ്ഥിരീകരണം വേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് DGP എത്തിച്ചേരും. അതിനുശേഷം മാത്രമേ ഈ പ്രതിയെ പുറം ലോകത്തേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചെയ്തു തീർക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത്തരം നടപടികളിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ശാസ്ത്രീയ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഇനി ഈ പ്രതി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ മിൻ അമറുൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച കമ്പിപ്പാര അടക്കമുള്ള വസ്തുക്കൾ എവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു ഇവിടേക്ക് വന്നത്, ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, പരിസര പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതടക്കം എങ്ങനെയാണ് കൃത്യം നിർവഹിച്ചത് എന്നുള്ളതടക്കം ഞാൻ പറയാം സുനിൽ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകാൻ സമീർ കൂടി ചേരുന്നുണ്ട്. സമീർ, ഈ പ്രതിയുടെ ഫോട്ടോ എടുത്ത് ഇവരുടെ ജിഷയുടെ അമ്മയെയും സഹോദരിയെയും കാണിക്കാനുള്ള നടപടിയായിരുന്നു പോലീസ് നേരത്തെ നടത്തിയിരുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? ഈ പോലീസ് പെരുമ്പാവൂരിലേക്ക് തിരിച്ചിട്ടുണ്ടോ?
മനു, നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ പെരുമ്പാവൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ്. പെരുമ്പാവൂർ ജനറൽ ആശുപത്രിയിലാണ് ജിഷയുടെ അമ്മ രാജേശ്വരിയും സഹോദരി ദീപയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് ഈ പ്രതിയുടെ ചിത്രം അവരെ കാണിച്ചുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും അത് വൈകാതെ തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ആ ഫോട്ടോ അവരെ കാണിക്കാൻ കഴിയും. അതിനുശേഷം അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യവും വ്യക്തമാവും. ഇതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതിയെ ഇപ്പോഴും വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കൂടെ ഉള്ള 4 അസം സ്വദേശികളെ കൂടി പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇവർക്ക് ജിഷയുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണ് എന്നതാണ് ഈ പ്രതിയിൽ നിന്ന് കൂടുതൽ പോലീസ് ചോദിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ, ഏത് വിധത്തിലുള്ള തെളിവുകളൊക്കെ എങ്ങനെയൊക്കെയാണ് നശിപ്പിച്ചത് എന്നുള്ള കാര്യവും പോലീസ് ആരായുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊല നടത്തിയത് എന്നും ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരമായും നിന്ദ്യവുമായിട്ടുള്ള ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യവും പോലീസ് ഈ പ്രതിയിൽ നിന്ന് ചോദിച്ചു വരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ വൈകാതെ നമുക്ക് ഒരു വ്യക്തത ലഭ്യമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകിട്ടോട് കൂടി തന്നെ DGP, മുംബൈയിൽ ഇപ്പോൾ ഉള്ള DGP ലോക്നാഥ് ബെഹ്റ കൊച്ചിയിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ DGP വരുന്നതോടുകൂടെ DGP തന്നെ ഇക്കാര്യം സംബന്ധിച്ച് ഔദ്യോഗിക മാധ്യമങ്ങളെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പ്രതിയിലേക്ക് എത്തി. എന്നാൽ ഇനിയുള്ള തെളിവുകൾ, അതായത് ജിഷയെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും, അതോടൊപ്പം തന്നെ ഈ കേസ് ഇനി കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതിക്കെതിരെ കുറ്റം ചാർത്താൻ ഉതകുന്ന എല്ലാ തെളിവുകളും പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയെ നേരിട്ട് പുറത്ത് അല്ലെങ്കിൽ പ്രതിയെ ഇപ്പോഴൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതായത് ഈ പ്രതിയെ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ അവരുടെ അമ്മയെ നേരിട്ട് രാജേശ്വരി, അതായത് ജിഷയുടെ അമ്മ രാജേശ്വരിയെ നേരിട്ട് കാണിച്ചുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധന അടക്കം പോലീസ് ഭയക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും രാജ്യത്ത് നടത്തിയ ഈ ക്രൂരകൃത്യം നടത്തിയ വ്യക്തി ഈ അസം സ്വദേശിയാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പെരുമ്പാവൂരിലൊക്കെ വലിയ രീതിയിലുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് ഈ പ്രതിയെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് സാഹചര്യമുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് ജിഷയുടെ അമ്മയെ കാണിച്ചുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് ഉണ്ണിരാജ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിലൊരു സൂചന വരുന്നുണ്ട്. അത്തരത്തിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ ആരെങ്കിലും അന്വേഷണ സംഘത്തിലുള്ളവർ ക്ലബ്ബിലേക്ക് വരുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലുവ പോലീസ് ക്ലബ്ബിലാണ്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് തൊട്ട് അടുത്തുള്ള ഈ പോലീസ് ക്ലബ്ബിൽ ഇപ്പോൾ രാവിലെ മുതൽ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും തന്നെ എവിടെയാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് എന്നറിയില്ല. എന്നാൽ ആ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ അല്പസമയം മുമ്പാണ് SP ഉണ്ണിരാജ ഇങ്ങോട്ട് വന്നു കയറിയത്. അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിക്കാനൊന്നും തന്നെ തയ്യാറായില്ല. ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാധ്യമങ്ങൾക്ക് മുഖം തരാതെയാണ് SP കയറിപ്പോയത്. അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെയും പറയുന്നില്ല. എന്നാൽ അതെല്ലാം തന്നെ ഉത്തരവാദപ്പെട്ടവർ നിങ്ങളെ അറിയിക്കും എന്ന കാര്യം മാത്രമാണ് SP അടക്കമുള്ളവർ നേരത്തെ വ്യക്തമാക്കിയത്. ഇനി ഇപ്പോൾ അവിടെ പ്രമുഖരാരും തന്നെ, മറ്റ് SP ഒഴികെയുള്ള മറ്റ് പ്രമുഖരാരും തന്നെ അവിടെ എത്തിയിട്ടില്ല. ADGP സന്ധ്യ അവരും ഇപ്പോൾ ഇവിടെയില്ല. എന്നാൽ മറ്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇപ്പോൾ എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവലോകന യോഗം കൂടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ പുരോഗതിയും അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാൻ സമീറിലേക്ക് വരാം. നമുക്ക് കൊച്ചിയിലെ സമഗ്രമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അവിടെ ഒരുപാട് നിർണായകമായ ഘട്ടങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SP ഉണ്ണിരാജ പോലീസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ചില യോഗങ്ങൾ കൊച്ചിയിൽ മറ്റ് ചില ഇടങ്ങളിൽ പോലീസ് അധികാരികൾ ചേരുന്നുണ്ട്, അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്ന തരത്തിൽ സൂചനകൾ വരുന്നു. ഞാൻ വരാം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ ശ്രീമതി ചിന്താ ജെറോം കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ചിന്താ ജെറോം, ഒടുവിൽ നമ്മൾ രാജ്യം ഒന്നടങ്കം കാത്തിരുന്ന ജിഷ കൊലക്കേസിലെ പ്രതിയെ പിടിച്ചിരിക്കുന്നു. ഇനി ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് വരാനുള്ളത്. ചിന്ത, ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? ആർജവമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ജനപക്ഷത്ത് നിന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്നും അതോടൊപ്പം തന്നെ കൊലപാതകിയെ ജനമധ്യത്തിലും അതോടൊപ്പം നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചതുപോലെ തന്നെ കേരളത്തിലെ പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായി തന്നെ ഈ സംഭവം മാറാൻ പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കാണിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും
മോശപ്പെട്ട തരത്തിലുള്ള ഒരു അന്വേഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായത്. പ്രതി എന്ന രൂപത്തിൽ മാധ്യമ ക്യാമറകൾക്ക് മുമ്പിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ തലയിൽ മുഖംമൂടിയിട്ട് കൊണ്ടുവന്ന് ക്യാമറകൾക്ക് മുമ്പിൽ പ്രച്ഛന്നവേഷം കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ യഥാർത്ഥ പ്രതിയെ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് പ്രതികളെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുന്നവരുടെ ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അത്തരത്തിൽ ജനരോക്ഷം അടക്കുന്നതിന് വേണ്ടി പ്രച്ഛന്നവേഷം നടത്തിയിരുന്ന ഒരു പോലീസിൽ നിന്നും എത്രയോ വിരുദ്ധമായ സമീപനമാണ് നിയമത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ആർജവത്തോടുകൂടി എടുത്ത സമീപനത്തിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾ നീതി ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ്. സ്ത്രീ പീഡകരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഇത്തരത്തിൽ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ചില രാഷ്ട്രീയ നാടകങ്ങൾ ഈ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും കാലതാമസം വരില്ലായിരുന്നു ഈ കേസ് തെളിയിക്കാൻ. കാരണം ഇവർ പരിശോധിച്ച ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വസ്തുതകളായി കണ്ട് അവഗണിക്കുകയായിരുന്നു ഒരുപക്ഷെ ചെയ്തിരുന്നത്. ശ്രീമതി ചിന്താ ജെറോം. തീർച്ചയായിട്ടും നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് വലിയ തോതിലുള്ള കാലതാമസം ഈ കേസിനകത്ത് വന്നു എന്നതാണ്. അതിന്റെ പ്രധാന കാരണം തെളിവുകളൊന്നും കൃത്യമായ രൂപത്തിൽ സൂക്ഷിക്കാതെ ആലസ്യത്തോടു കൂടി തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഒന്ന്, ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. കൈരളിയെ പോലെ ഒരു ചാനൽ അവരുടെ മീഡിയ ആക്ടിവിസത്തിന്റെ ഭാഗമായി മുന്നോട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇത്രയധികം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നത്. മാധ്യമ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടത്തിയ പ്രതിഷേധം കേരളം കണ്ടതാണ്. അതിനോടൊപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കൂടിച്ചേർന്നു രാപ്പകൽ സമരം നടത്തി. അത്രയൊക്കെ സമരങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് കേരളത്തിനകത്ത് ജനിച്ചു വളർന്ന ദളിതയായ, ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒറ്റമുറി വീട്ടിനകത്ത് താമസിച്ച ഒരു പെൺകുട്ടിക്ക് നീതി ലഭിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ഇതിനകത്ത് മുമ്പിൽ വയ്ക്കേണ്ടത് ഒന്ന്, ഏറെ നാടകങ്ങൾ ഇതിനകത്ത് നടന്നു. രണ്ട്, പോലീസിന്റെ ആലസ്യം ഇതിനകത്ത് സംഭവിച്ചു. ആ പെൺകുട്ടിയുടെ ശവശരീരം ദഹിപ്പിച്ചു കളയുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത ഇല്ലാതാക്കി, വീട് സീൽ ചെയ്തില്ല. ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. അതിന്റെ രോക്ഷം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പലപ്പോഴും പ്രവർത്തിച്ചതായി നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം, ഇപ്പോൾ പ്രതിയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് തീർച്ചയായും പുതിയ അന്വേഷണ ടീമിന്റെ വിജയം തന്നെയാണ്. കേരളത്തിലെ പോലീസ് അത്ര മോശക്കാരൊന്നുമല്ലെന്ന് കാലാകാലങ്ങളിൽ നമുക്കറിയാവുന്നവരാണ്. മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ച ശക്തമായ നിലപാടിന്റെ കൂടി ഭാഗമായിട്ടാണ് പോലീസ് കാർക്കശ്യത്തോടു കൂടി പ്രതിയെ പിടിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് മൊത്തത്തിലൊരു പുതിയ സന്ദേശമാണ് കൊടുക്കുന്നത്. സ്ത്രീ പീഡകരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ, കയ്യാമം വെച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വരും എന്നതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. നന്ദി ശ്രീമതി ചിന്താ ജെറോം ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ വേഗത്തിൽ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ക്ഷമിക്കണം, ഇപ്പോൾ ADGP സന്ധ്യ പോലീസ് ക്ലബിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്താണ് ഇപ്പോൾ പോലീസ് ക്ലബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങൾ കൊച്ചിയിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളടക്കം. SP ഉണ്ണിരാജ അല്പസമയം മുമ്പ് പോലീസ് ക്ലബിലെത്തിയിരുന്നു. ഇപ്പോൾ IG ശ്രീജിത്ത് ഇപ്പോൾ പോലീസ് ക്ലബിലെ ആലുവ പോലീസ് ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായ നിമിഷങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ, നിർണായകമായ യോഗങ്ങൾ, നിർണായകമായ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. സമീർ ചേർന്നുണ്ടോ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ? ആലുവയിൽ നിന്നും സമീർ, അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ പോലീസ് ക്ലബിലേക്ക് വരുന്നുണ്ട്. നേരത്തെ SP ഉണ്ണിരാജൻ വന്നിരുന്നു, ഇപ്പോൾ IG ശ്രീജിത്ത് വന്നിരുന്നു. മാത്രമല്ല കൊച്ചിയിൽ മറ്റു ചില നീക്കങ്ങൾ, ചില യോഗങ്ങൾ ഒക്കെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകളൊക്കെ എന്താണ്? മനോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ പോലീസ് ക്ലബിലാണ്. ഇപ്പോൾ ഇവിടെ SP ഉണ്ണിരാജ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് IG ശ്രീജിത്ത് കൂടി എത്തിയിരിക്കുന്നു. അല്പം
സമയത്തിന് അകം തന്നെ ADGP ബി സന്ധ്യയും ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ വിവിധ ഇടങ്ങളിൽ പോലീസുമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങൾ ചേരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം അല്പസമയത്തിനകം തന്നെ നമുക്ക് തൊട്ടുപിറകിൽ കാണുന്ന ഈ പോലീസ് ക്ലബ്ബിൽ നടക്കും. അതിന് ADGP യുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. അതിന് അവർ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടും ഈ പ്രതിയെ ഇവരുടെ ജിഷയുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും തിരിച്ചറിയുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുമാണ് ഇനി ഈ ഉന്നതതല യോഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള സംഘങ്ങളെ തിരിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ജിഷയെ എന്തിനായിരുന്നു ഈ വ്യക്തി കൊല ചെയ്തത് എന്നും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എങ്ങനെയൊക്കെ നശിപ്പിച്ചു, ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഈ വിദഗ്ധ സംഘത്തിൻ്റെ ഈ ഉന്നതതല യോഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ADGP ബി സന്ധ്യ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം കൂടിയായിരിക്കും അല്പസമയത്തിനകം ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സമീർ, അത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നു. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘത്തിന്റെ മേധാവി ADGP സന്ധ്യ അടക്കം പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചേരുന്നു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരികയാണ്. പോലീസ് കൂടുതൽ തെളിവുകൾ നേരത്തെ രഹസ്യ കേന്ദ്രത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇതുവരെ നമ്മൾ പലപ്പോഴും ADGP അടക്കമുള്ള IG അടക്കമുള്ളവരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, SPയെയും ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവരെ ആരും തന്നെ പോലീസിലെ ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ എടുക്കാനോ പ്രതികരിക്കാനോ ഒന്നും തന്നെ അവർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല അവർ സാധാരണ ഇവിടെ യോഗം കൂടിയിരുന്ന ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് അവരാരും എത്തിയിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ കേസിൻ്റെ ഏറെക്കുറെ എല്ലാം തീരുമാനമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരെല്ലാവരും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. SP എത്തി, പിന്നാലെ IGയും എത്തി. ഇനി അല്പസമയത്തിനകം തന്നെ ADGP ബി സന്ധ്യയും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള അന്വേഷണ പുരോഗതി, അതോടൊപ്പം തന്നെ ഇനി എടുക്കേണ്ട തെളിവ് ശേഖരത്തിലടക്കം എടുക്കേണ്ട നടപടികളെ സംബന്ധിച്ച് അതിന് നിയോഗിക്കേണ്ട സംഘങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ ചേരുന്ന ഈ ഉന്നതതല യോഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ADGP ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമയം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരും. പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതായത് ഇനി മറ്റു കാര്യങ്ങളുടെ ആവശ്യമില്ല. ശാസ്ത്രീയമായ തെളിവുകളെല്ലാം അനുകൂലമായി വന്നിരിക്കുന്നു. വ്യക്തതയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പ്രതിയെ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ പോലും അയാളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചില്ല എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്പസമയത്തിനും തന്നെ ലഭ്യമാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും DGP ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നീളുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് ഇപ്പോൾ മുംബൈയിലുള്ള DGP ലോക്നാഥ് ബെഹ്റ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊച്ചിയിലെത്തും. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം, ഒരു വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം വളരെ വേഗത്തിൽ സമീറിലേക്ക് വരാം. ചെറിയൊരു